മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ നടിമാരിൽ ഒരാളാണ് നിഖില വിമൽ. ഞാൻ പ്രകാശൻ, അഞ്ചാം പാതിര, മധുരം, ജോ ആൻഡ് ജോ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെയാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നത്. ഒരു ചിത്രത്തിന് 20 ലക്ഷം രൂപയാണ് നടി ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മലയാള സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്തതിന് ശേഷം വാതി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സംയുക്ത ബോക്സ് ഓഫീസിൽ ട്രെൻഡിംഗാണ്. ഒന്നിലധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നടി സംയുക്ത മേനോൻ ഒരു സിനിമയ്ക്ക് 70 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ആവശ്യപ്പെടുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമാ വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് നടി ഹണി റോസ്. ആകർഷകമായ വ്യക്തിത്വത്തിനും അഭിനയ വൈദഗ്ധ്യത്തിനും അവർ അറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു മാൾ തുറക്കുന്നതിന് ഈടാക്കിയ തുകയുടെ പേരിലാണ് ഹണി റോസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത്. അടുത്തിടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഹണി റോസ് പങ്കെടുത്തിരുന്നു. ചടങ്ങിൽ നിരവധി ആരാധകരാണ് പങ്കെടുത്തത്. ഉദ്ഘാടനത്തിന് 50 മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഹണി റോസ് ഈടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ മറ്റൊരു ഉദ്ഘാടന ചടങ്ങിനായി കേരളം സന്ദർശിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിൽ നടന്ന ഉദ്ഘാടനത്തേക്കാൾ കുറഞ്ഞ വിലയാണ് ഹണി റോസ് കേരളത്തിൽ തെന്നിന്ത്യൻ സിനിമാലോകത്തിന്റെ ഇപ്പോഴത്തെ സെൻസേഷനായ സുന്ദരിയായ നടി നിരവധി ഹിറ്റ് മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചിത്രത്തിന് 25 ലക്ഷം രൂപയാണ് നടി ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തെന്നിന്ത്യൻ സിനിമാലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് കല്യാണി. ഒരു പ്രോജക്റ്റിന് 75 ലക്ഷം രൂപയാണ് ദേശീയ അവാർഡ് ജേതാവായ നടിക്ക് ലഭിക്കുന്നത്. 2016-ൽ പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരം എന്ന മലയാള ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച അപർണ ബാലമുരളിയെ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ജനപ്രിയയാക്കി. സൺഡേ ഹോളിഡേ, ഒരു മുത്തശ്ശി കഥ, കാബ എന്നിവയാണ് അവളുടെ മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനങ്ങൾ. ഐശ്വര്യലക്ഷ്മി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് നടി ഐശ്വര്യലക്ഷ്മി. ആഷിഖ് അബുവിന്റെ മായാനദിയിലെ മികച്ച പ്രകടനത്തിലൂടെ അവർ പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയയായി. ചിത്രത്തിൽ ടൊവിനോ തോമസിനൊപ്പം ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു സിനിമയ്ക്ക് 35 മുതൽ 50 ലക്ഷം വരെയാണ് താരം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. യഥാർത്ഥ ജീവിതത്തിൽ ക്യാൻസറിനെ അതിജീവിച്ച സുന്ദരിയായ നടി 2005-ൽ മയൂഖം എന്ന റൊമാന്റിക് നാടകത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ചു. ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൈജു കുറുപ്പും മമത മോഹൻദാസുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഒരു ചിത്രത്തിന് 17 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് നടി ആവശ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മലയാള സിനിമയിലെ ജനപ്രിയ നടിമാരിൽ ഒരാളാണ് നടി പാർവതി തിരുവോത്ത്. ഐതിഹാസിക വേഷങ്ങൾക്കും വൈദഗ്ധ്യത്തിനും അവർ പ്രശസ്തയാണ്. ടേക്ക് ഓഫ്, ചാർലി, ബാംഗ്ലൂർ ഡേയ്സ്, എന്ന് നിന്റെ മൊയ്തീൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വിസ്മയിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയയായ നടി. മലയാളം സിനിമകളിൽ അഭിനയിക്കുന്നതിന് പുറമെ തമിഴ്, കന്നഡ, ഹിന്ദി സിനിമകളിലും അഭിനയിച്ചു. പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചിത്രത്തിന് 35 ലക്ഷം മുതൽ 1 കോടി വരെയാണ് നടി ഈടാക്കുന്നത്. ചിയാൻ വിക്രമിന്റെ വരാനിരിക്കുന്ന തങ്കാളൻ എന്ന ചിത്രത്തിലാണ് അവർ അടുത്തതായി അഭിനയിക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്രമേഖലയിലെ ഏറ്റവും ഉയർന്നതും സമ്പന്നവുമായ നടിമാരിൽ ഒരാളാണ് നയൻതാര. സ്ക്രീനിലെ മികച്ച പ്രകടനത്തിലൂടെ നടിക്ക് രാജ്യത്തുടനീളം വലിയ ആരാധകരുണ്ട്. 7 കോടി രൂപയിൽ നിന്ന് 10 കോടിയായി നടി പ്രതിഫലം വർദ്ധിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. നയൻതാര തന്റെ കരിയറിൽ രജനികാന്ത്, നന്ദമുരി ബാലകൃഷ്ണ, ചിരഞ്ജീവി, വിജയ് സേതുപതി, വെങ്കിടേഷ്, നാഗാർജുന, അജിത്, വിജയ്, മോഹൻലാൽ, ജയറാം, ധനുഷ് തുടങ്ങി നിരവധി തെന്നിന്ത്യൻ അഭിനേതാക്കളെ അഭിനയിച്ചിട്ടുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. എപ്പോഴും അകലം പാലിക്കുന്ന നടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്. കേരളത്തിൽ ജനിച്ച നടി അമല പോൾ തെന്നിന്ത്യൻ സിനിമാലോകത്തെ ജനപ്രിയ നടിമാരിൽ ഒരാളാണ്. ഒരു അഭിനേത്രിയാകുന്നതിനു മുമ്പ് ഒരു മോഡലായിരുന്നു അവൾ. നിരവധി പരസ്യങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 2009-ൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു. പിന്നീട് വികട കവി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിൽ അഭിനയരംഗത്തേക്ക് കടന്നു.
എന്നാൽ തമിഴ് റൊമാന്റിക് ചിത്രമായ മൈന-യിൽ നായികയായി അഭിനയിച്ചതിന് ശേഷമാണ് അവർ ജനപ്രീതി നേടിയത്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് മഞ്ജു വാര്യർ. അതിശയിപ്പിക്കുന്ന അഭിനയ വൈദഗ്ധ്യത്തിനും അവർ പ്രശസ്തയാണ്. നിരൂപക പ്രശംസ നേടിയ സല്ലാപം എന്ന ചിത്രത്തിലൂടെ 18-ാം വയസ്സിൽ അഭിനയ ജീവിതം ആരംഭിച്ച മഞ്ജു. സിനിമയിലെ തകർപ്പൻ പ്രകടനത്തിന് അവർ സിനിമാപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അഭിനയിച്ച മഞ്ജുവിന് സൂപ്പർ താരമായി. നടിയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ലൂസിഫർ, ഉദാഹരണം സുജാത, ദില്ലിവാല രാജകുമാരൻ, കന്മദം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, പത്രം എന്നിവയാണ് അവളുടെ മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനങ്ങൾ. ഓരോ ചിത്രത്തിനും 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്.